നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്സ്റ്റോക്സിന്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതെന്നാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലും IPOയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 0 ആണ് ചാർജസ്. അതുപോലെ തന്നെ F&O ഇക്വിറ്റി കമ്മോഡിറ്റി കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നതിന് 20 രൂപയാണ് പെർ ഓർഡർ വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നു 1.3 crore പ്ലസ് ഇന്ത്യൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് ട്രേഡും ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പ് റേറ്റിംഗ് 4.4 പ്ലസ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ബാക്കപ്ഡ് ബൈ രതൻ ടാറ്റ ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു 1.3 ഈസി ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ സ്വിച്ച് ബിറ്റ്വീൻ പ്രോ ആൻഡ് ലൈറ്റ് മോഡ്, അതുപോലെ തന്നെ ബെസ്റ്റ് ക്ലാസ്സസ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ടൂൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ പോയി നോക്കാം. നമുക്ക് ആദ്യം തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. യഥാർത്ഥ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ളത്. അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഒരു OTP വരും മൊബൈൽ നമ്പറിലേക്ക്. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID ഏതൊക്കെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അതല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ താഴത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇമെയിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് OTP വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. മരീറ്റൽ സ്റ്റാറ്റസ്, മാരീഡ്, സിംഗിൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ സ്റ്റാറ്റസ്. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ് ഇവിടെ ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്രോക്സിമേറ്റ് ആവറേജ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമുക്ക് ഈ ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് തെറ്റാതെ. അതിനുശേഷം പാൻ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ, പാൻ കാർഡ് വിത്ത് ഡിജി ലോക്കർ വെരിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പം ഇവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഈ ക്യാപ്ച ഇതുപോലെ തന്നെ ഇപ്പുറത്തെ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ഡിജി ലോക്കറിൻ്റെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് മറന്നുപോയവരാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എടുത്തു എന്നുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുണ്ട് അപ്സ്റ്റോക്സുമായിട്ട്, പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഫാദർ നെയിം ചോദിക്കുന്നുണ്ട്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒഫീഷ്യൽ നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം. അതിനുശേഷം ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. ടേക്ക് എ ഫോട്ടോ എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുക്കണം. ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി വരും. ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ലിങ്ക് ബാങ്ക് അക്കൗണ്ട് 2 രീതിയിൽ ലിങ്ക് ചെയ്യാം. ഒന്നുകിൽ UPI ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് മാനുവലി. ആഡ് ഡീറ്റെയിൽസ് മാനുവലി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മാനുവലായിട്ട് കൊടുക്കണം. വെരിഫൈ വിത്ത് UPI ആണെങ്കിൽ നേരിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ ഉപയോഗിച്ച് എങ്ങനെ വെരിഫൈ ചെയ്യാമെന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെരിഫൈ വിത്ത് UPI എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പം ഗൂഗിൾ പേയിലിട്ട് പോകും. 1 രൂപ നമ്മൾ അങ്ങോട്ട് അയക്കണം അവരുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ അത് കണക്റ്റ് ആവും. നമ്മുടെ അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് കണക്റ്റ് ആവും. ഓക്കെ, ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ലിമിറ്റഡ് ഓഫറാണ്, ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ ഡ്രോ സിഗ്നേച്ചർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സ്ക്രീനിൽ തന്നെ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് സിഗ്നേച്ചർ ഇട്ട് കൊടുക്കാം, അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് വെള്ള പേപ്പറിൽ ഫോട്ടോ സിഗ്നേച്ചർ ഇട്ട് അതിൻ്റെ ഫോട്ടോ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഏതായാലും കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ആക്ടിവേറ്റ് ഓൾ ഫോർ ഫ്രീ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, IPO മാത്രമാണെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ടൊക്കെ മാത്രം മതി. ഓക്കെ, അതിനുശേഷം നോമിനി ഓപ്റ്റിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നോമിനി ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു പോകുക. നോമിനിയുടെ ഫസ്റ്റ് നെയിം, നോമിനിയുടെ ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ നോമിനിയുമായിട്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, നോമിനിയുടെ ഈ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നോമിനിയുടെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും സെയിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ സ്റ്റെപ്പിലേക്ക് വരുന്നുണ്ട്. ആധാർ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. സൈൻ ആപ്ലിക്കേഷൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഐ അഗ്രി ഗെറ്റ് OTP. അപ്പോൾ ആധാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഡിജിറ്റലി സൈൻ ആയിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ, മാക്സിമം അത്രയും ദിവസത്തിനുള്ളിൽ അവർ നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അത് ആക്ടിവേറ്റ് ആയി നമുക്ക് ബാക്കി മെയിലായിട്ടുള്ള കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫ്രീ ആയിട്ട് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള. ഓക്കെ, താങ്ക് യു.